ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഷർട്ട് ചുളിഞ്ഞ ഒരു തുള്ളി വേർപ്പ് പൊടിഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിലില്ല. ഇവർ പണ്ടത്തെ ദേശാഭിമാനി യുഗത്തിലാണ് ജീവിക്കുന്നത്. ആ ദേശാഭിമാനിയിൽ ഇവർ പടച്ചുവിടുന്ന കള്ളത്തരങ്ങൾ ജനങ്ങൾ തൊണ്ടതൊടാതെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ പോലെ ഇന്നും വിശ്വസിക്കുമെന്നാണ് ഈ അടുത്ത വർഷം കരുതുന്നത്. അവിടെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. ശബരിമല വിഷയം എത്രത്തോളം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും? തീർച്ചയായിട്ടും വലിയ ചർച്ചയാവും. കാരണം ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോ UDFനോ യാതൊരു ആത്മാർത്ഥതയും ഇല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അന്ന് ആദ്യത്തെ സമരം നയിച്ചത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനായിരുന്നെങ്കിൽ ഇന്ന് സമരം നയിച്ചത് രാപ്പകൽ സമരത്തിൽ മഴ കൊണ്ട് സമരം നടത്തിയത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. ആ സമയത്തൊക്കെ VD സതീശനായിക്കോട്ടെ, രമേശ് ചെന്നിത്തലയായിക്കോട്ടെ, അവരെല്ലാം വീട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു. ഒന്നാം ശബരിമല സമയത്ത് ഈ പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ കയറിയിട്ടില്ല. കുസാരിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ SFI പ്രവർത്തകർ ആദ്യം പറഞ്ഞത് എൻ്റെ കാല് വിട്ടു വന്നാൽ മാന്യമായിട്ട് ഞാൻ അവരോട് പറഞ്ഞ കാല് എനിക്ക് മാത്രമല്ല ഉള്ളത്. അപ്പം അന്ന് കേരളത്തിൽ ഏകദേശം 10 വർഷത്തോളം താമസിക്കുന്നു. ആ സമയത്ത് ഹരിയേട്ടനെ പോലെ, MA സാറിനെ പോലെ, R. വേണുവേട്ടനെ പോലെയുള്ള ഇതിഹാസങ്ങളിൽ നിന്ന് എനിക്ക് സംഘത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വളരെ ചുരുക്കം ആളുകൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ഒന്ന് തല ഉയർത്തി നിൽക്കാനും ചങ്ക് വിരിച്ച് മറുപടി പറയാനും പഠിപ്പിച്ചത് സംഘപ്രസ്ഥാനങ്ങളാണ്. ഇൻ ഷോർട്ട് അതാണ്. UDF ഇപ്പോൾ ഈ ഇലക്ഷന്റെ പിക്ചറിൽ വലിയ രീതിയിൽ നമുക്ക് പറയാൻ പോലും ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ അടിയാണ്. ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളതിനെ കുറിച്ചിട്ട് അടിയാണ്, ആര് നേതൃത്വം നൽകുന്നുള്ളതിനെ കുറിച്ചിട്ട് അടിയാണ്, മൊത്തത്തിൽ അടിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് നമുക്ക് വലിയ രീതിയിൽ സംസാരിച്ചു വെക്കാൻ പോലും ഇപ്പോൾ വിഷയങ്ങളില്ലാത്തൊരവസരം. കാരണം അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ അവർക്ക് പോലും സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പിന്നെ അവരെങ്ങനെയാണ് ഒരു നാടിനെ നന്നാക്കുക, അല്ലെങ്കിൽ ഒരു നാടിന് വേണ്ടി പ്രവർത്തിക്കുക? കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കൂ, പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു റോൾ ഈ കോൺഗ്രസ് പാർട്ടി നിർവഹിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആശുപത്രിയുടെ മതിലുകൾ പൊളിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. വയറ്റിൽ കത്രികയുമായിട്ട് സ്ത്രീകൾക്ക് വേദനയോടെ ജീവിക്കേണ്ടി വരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്യായിരുന്നു? പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഒഫീഷ്യൽ ഒരു സംവിധാനമാണ്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്തായിരുന്നു? ഈ പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് റാൻ മൂടുന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി എന്താ? ഈ പ്രതിപക്ഷം ചെയ്ത സമരങ്ങൾ പറ. ഇവിടെ ഇത്രയധികം ശബരിമല വിഷയം നടന്നു. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് പകൽക്കൊള്ള ഇവർ നടത്തി. ഈ പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്താ? എവിടെയാണ് അവർ സമരത്തിലുണ്ടായിരുന്നത്? ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കേരളത്തിൻ്റെ മറ്റ് വികസനങ്ങൾ ആയിക്കോട്ടെ, ഈ ചെറുപ്പക്കാരെ നമ്മുടെ നാട് വിട്ടു പോകുന്നു. നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്താ? ഇവിടെ നെൽകർഷകർക്ക് തുടക്കത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നെല്ല് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റിയിട്ടില്ല. നമ്മുടെ കൃഷിയൊക്കെ പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണായി കഴിഞ്ഞു. എന്താ ഇവരുടെ നിലപാടെന്താ? കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് UDF പറയുമ്പോൾ UDF എവിടെയായിരുന്നു? പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിക്കണ്ടേ? ഈ രാഹുൽ ഗാന്ധി പോയിട്ട് വേറെ ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ലാത്ത വോട്ട് ചോരി എന്ന് പറഞ്ഞ് കുറേ മണ്ടത്തരങ്ങൾ പറയും. അതിന് ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെ, ബീഹാറിലെ ഹരിയാനയിലൊക്കെ ജനങ്ങൾ ആ മണ്ടത്തരങ്ങളെ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ അവിടെ നിന്ന് തൂത്തുവാരി എറിഞ്ഞു കളഞ്ഞു. ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയുകയല്ലാതെ എന്താണ് മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികളുടെ വിഷയം എടുത്ത് സമരം ചെയ്ത് പരിഹാരം കൊണ്ടുവന്ന ഒരു വിഷയം, ഞാൻ അധികം പറയുന്നില്ല, ഒരു വിഷയം UDF പറയട്ടെ. പിന്നെ എന്തിനാ അവർക്ക് കൂട്ടിയെന്ന്? ഈ അവരുടെ തമ്മിലടി അതൊക്കെ അവരുടെ ഇന്റേണൽ മാറ്റർ. നമ്മുടെ ഒരു BJP പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞാൻ അതിനകത്ത് ഇടപെടുന്നേ ഇല്ല. പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ, കേരളത്തിൻ്റെ മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിൽ അവരെവിടെയാണ്? ഒരിടത്തുമില്ല. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിലോട്ട് വോട്ട് ചോദിച്ച് ചെല്ലണമെങ്കിൽ ചില്ലറ തുരുക്കട്ടിയൊന്നും പോരാ. ഉറപ്പായിട്ട്. നമുക്ക് BJPയിലേക്ക് വരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വലിയൊരു മുന്നേറ്റം. വോട്ട് ഷെയറിലാണെങ്കിലും ഒരുപാട് പഞ്ചായത്തുകളിലാണെങ്കിലും BJPക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതീക്ഷയാണ് ഇന്ത്യക്കുള്ളത്? തീർച്ചയായിട്ടും അത് BJPയുടെ കേരളത്തിലെ ഒരു വളർച്ചയുടെ ഗ്രാഫ് ഒന്ന് നമ്മൾ നോക്കണം. എല്ലാ കാലത്തും 90കളിൽ 5-6% ഉണ്ടായിരുന്ന BJP ആണ് 2000-ആയപ്പോഴത്തേക്ക് 8, 9, 10 ആയിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് കൃത്യമായിട്ട് BJPയുടെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ BJP ഒരു 20-25% വോട്ട് ഷെയർ ഉള്ള പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിം ലീഗിന് എത്ര 7% കേരളത്തിൽ വോട്ടുള്ളൂ. കേരള കോൺഗ്രസിന് 5 MLA അവർക്കുള്ളത് എത്ര 1% വോട്ടുള്ളൂ. അവിടെയാണ് BJP 20-25% നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു പൊസിഷനിലോട്ട് BJP എത്തിക്കഴിഞ്ഞു, വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ആ വോട്ട് ഷെയർ സീറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിലും നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
തൃശ്ശൂർ ഒരു MP BJP വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ആലപ്പുഴയിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ 13 എന്നുള്ളത് ഇത്തവണ 10-20ഓളം പഞ്ചായത്തുകൾ കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. അങ്ങനെ വലിയ പാലക്കാട് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റി. തിരുവനന്തപുരം കോർപ്പറേഷൻ അത് രാജ്യം മൊത്തം ചർച്ചയായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ BJP തീർച്ചയായിട്ടും BJP ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് രണ്ട് കാര്യം ഞാൻ പറഞ്ഞ പോലെ തുടക്കകാലത്ത് തൊട്ടുണ്ടായ നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ രാജ്യത്തിനെ മുമ്പോട്ട് നയിക്കുന്ന ആ ഒരു പ്രക്രിയ, നരേന്ദ്രമോദിജിയോടുള്ള ഇഷ്ടം, അതിനോട് ഒരു കാര്യം കൂടി പറയാതെ വയ്യ. എപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വാർത്ത വായിക്കുന്ന ഒരു നിഷ്പക്ഷ അല്ലെങ്കിൽ വാർത്തകൾ എഴുതുന്ന ഒരു നിഷ്പക്ഷ മാധ്യമമുണ്ട്. അവരുടെ ഒരു സർവേയിൽ ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി അല്ല പ്രധാനമന്ത്രിയുടെ എത്ര എനിക്കൊന്ന് റേറ്റിംഗ് ആണ് ചോദിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധിക്ക് എത്രയോ 50 കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് 39 അവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതായത് കോൺഗ്രസിന് വേണ്ടി എഴുതുന്ന മാധ്യമത്തിന് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് 39 കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അതിന് എത്രയോ മുകളിലാണ് അദ്ദേഹത്തിനെ മലയാളികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ പിന്നെ ഇത്തവണത്തെ നമ്മുടെ ഒരു വർക്കിംഗ് പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, കുറച്ചുകൂടി വിസിബിൾ ആണ്, കുറച്ചുകൂടി മുമ്പിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലുള്ളത്. ശ്യാമേട്ടൻ്റെ ഒരു ജേർണി എടുക്കുമ്പോൾ ലൈഫില് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ BJPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. ഈ ഒരു യാത്ര അത് എത്രത്തോളം എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ BJP എന്ന സംഘടന അതിന് എത്രത്തോളം ധൈര്യം തന്നിട്ടുണ്ട്? അത് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാനൊരു BJP പ്രവർത്തകനായിരുന്നില്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ സ്വന്തം കഴിവുകളൊക്കെ വെച്ചിട്ട് ഒരു സർക്കാർ ജോലിയൊക്കെ കിട്ടുമായിരിക്കും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ ഒരു മാധ്യമ പ്രവർത്തകയോട് ഈ സമയത്ത് ഇരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഞാൻ ആവുകയില്ലായിരുന്നു. അത് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും വഴിവിളക്കുകളായിട്ട് ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് വ്യക്തികൾ നിന്നിട്ടുണ്ട്. വേണ്ട സ്ഥലങ്ങളിൽ ആ വിളക്കുകൾ കൂടുതൽ വെളിച്ചം എനിക്ക് തന്നിട്ടുണ്ട്. വേണ്ട സ്ഥലങ്ങളിൽ ആ വിളക്കുകൾ അവർ എനിക്ക് കൂടുതൽ ഊർജ്ജം തന്നിട്ടുണ്ട്. വീണ്ടും മുന്നോട്ട് എന്ന് പറഞ്ഞെന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ദേശീയ സെക്രട്ടറി ആയിരുന്നു, JNUവിലായിരുന്നു, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, യുവമോർച്ച ദേശീയ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതല തന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിനകത്ത് BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലായതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ഞാൻ 100% ഞാൻ പറയുന്നു, എന്നെപ്പോലെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് വേറെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിലും ഈ ചുമതലകളുടെ അടുത്തുപോലും എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഈ കഴിവുള്ള ആളുകളുണ്ട്, പക്ഷെ കഴിവുള്ള ആളുകളെ റെക്കഗ്നൈസ് ചെയ്ത് അവർക്ക് ചുമതല കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് രാഷ്ട്രീയത്തിൽ. അത് BJPയോടൊപ്പം നിർവഹിക്കുന്നത് അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങളോടൊപ്പം അത് കണ്ടെത്തി ആ ആളുകളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിൽ മറ്റൊരു ഓപ്ഷനേ ഇല്ല. അത് ആരെ വേണമെങ്കിലും എടുത്തു. എനിക്ക് 100 ഉദാഹരണങ്ങൾ തരാൻ വേണ്ടിയിട്ട് പറ്റും. 100 ഉദാഹരണങ്ങൾ BJPയിൽ അല്ലെങ്കിൽ സംഘപ്രസ്ഥാനങ്ങളിൽ ഉള്ളതും മറ്റ് പ്രസ്ഥാനങ്ങളിൽ ഇല്ലാത്തതുമായിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ വന്നു എന്നൊന്നും ഞാൻ അങ്ങനെ പറയുന്നുമില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 2 വാക്കുകൾ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ 1-2 ആളുകൾ നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് ഈ പ്രസ്ഥാനം കൈപിടിച്ച് BJP സംഘപ്രസ്ഥാനങ്ങൾ കൈപിടിച്ചുയർത്തിയത് മാത്രമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ 2010 ABVPയുടെ സിറ്റി സംഘടനാ സെക്രട്ടറിയായിട്ട് എറണാകുളത്ത് വരുമ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അന്ന് മഹാരാജാസിലൊക്കെ വലിയ സംഘർഷം നടക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒരു കേസിൻ്റെ കാര്യം ഡീൽ ചെയ്യേണ്ടത് എന്നെനിക്ക് വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല. ആ മാനസികാവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരങ്ങളൊക്കെ നിങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത്, ആ ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു മാനസികാവസ്ഥയിലേക്കുള്ള നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു വലിയൊരു ഷിഫ്റ്റ്, അതിന് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണ്. ആ ഒരു പവർ, സത്യം പറഞ്ഞാൽ ആ ഒരു പവർ എനിക്ക് BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അത് വലിയൊരു ജീവിതത്തിലെ ഒരു ഭാഗ്യമോ അനുഗ്രഹമോ ഒക്കെ ആയിട്ട് ഞാൻ കരുതുന്നു. അതിനകത്തൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ എനിക്കുള്ളത്, ഞാൻ ABVPയുടെ പൂർണ്ണസമയ പ്രവർത്തനമായിരിക്കുന്ന സമയത്ത് പ്രാന്തകാര്യത്തിലാണ് എൻ്റെ താമസം. പ്രാന്തകാര്യത്തിൽ ഏകദേശം 10 വർഷത്തോളം താമസിക്കുന്നു. ആ സമയത്ത് ഹരിയേട്ടനെ പോലെ, MA സാറിനെ പോലെ, R വേണുവേട്ടനെ പോലെയുള്ള ഇതിഹാസങ്ങളിൽ നിന്ന് എനിക്ക് സംഘത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റി. അത് അപൂർവമായിട്ട് വളരെ ചുരുക്കം ആളുകൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ആ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കുകയുണ്ടായി. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു കരുത്താകും.
കരുതുകയല്ല ഞാൻ, തീർച്ചയായിട്ടും അത് വലിയൊരു കരുത്താണ്. അതിനൊക്കെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു യാത്രയിൽ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഇനിയും രാഷ്ട്രീയത്തെ ഇന്ന് മാറ്റി നിർത്തുന്ന ഒരു യുവതലമുറയാണ് നമുക്കുള്ളത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ബഹളം മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ട്. പക്ഷെ അവർക്ക് മുന്നിലേക്ക് നമുക്ക് വെക്കാവുന്ന ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. കാരണം നമ്മുടെ ജീവിതം എങ്ങനെ മാറി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സംഘവും പാർട്ടിയും എല്ലാം എത്രത്തോളം അതിൽ വലിയ പങ്ക് വഹിച്ചു. അതായത് വെറുതെ ഇപ്പോൾ CPM നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് തല്ലുകൊള്ളാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞു വിടുന്ന, ഇത് കാര്യാലയത്തിൽ നിന്നിട്ടാണ് ചേട്ടൻ പഠിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പാർട്ടി പ്രവർത്തനം മാത്രമല്ല നമ്മുടേതായ അക്കാഡമിക് ഗ്രോത്ത് കൂടിയാണ് ആ ഒരു നേരത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതും വലിയൊരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും പ്രാന്തകാര്യാലയമാണ്. അതായത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, RSSൻ്റെ സ്റ്റേറ്റ് ഓഫീസാണ്. കൃത്യമായിട്ടുള്ള ചിട്ടാവട്ടങ്ങളുണ്ട്. ഞാൻ ആ കുസാറ്റിൽ പ്രാന്തകാര്യാലയത്തിൽ താമസിച്ചിട്ടാണ് ഞാൻ ABVPയുടെ സംഘടനാ പ്രവർത്തനം ചെയ്യുന്നതും കുസാറ്റിൽ പഠിക്കുന്നതും. കുസാറ്റിൽ ഞാൻ സെനറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ ആ സമയത്ത് 8 മണിക്കാണ് രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത്. ഒരു ശങ്കർജി ഉണ്ടായിരുന്നു, പ്രചാരകനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ശങ്കർജിയാണ് കാര്യാലയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നോക്കുന്നത്. അപ്പോൾ ശങ്കർജി പറഞ്ഞു, നീ ഒരു പാത്രം വാങ്ങുക, അപ്പോൾ നിനക്ക് മാത്രം രാവിലെ 7:30. അപ്പോൾ എൻ്റെ ബസ് കലൂരിൽ നിന്ന് കുസാറ്റിലോട്ട് 8 മണിക്ക് പോകും. എനിക്ക് 8 മണിക്ക് കാര്യാലയത്തിൽ നിന്ന് ഇറങ്ങിയാൽ 8 മണിക്ക് ബസ് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ കഴിക്കണം. നിനക്ക് മാത്രം കാര്യാലയത്തിൽ നേരത്തെ കഴിക്കാം. ഒരാൾക്ക് പോലും അത്തരത്തിലുള്ള എക്സംഷൻ കൊടുക്കില്ല. പക്ഷെ നമ്മളൊരു വിദ്യാർത്ഥി ആയിരുന്നത് കൊണ്ട്, പഠിക്കുന്ന ആളായിരുന്നുകൊണ്ട്, ഇവൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം പ്രസ്ഥാനത്തിനുണ്ടായിരുന്നതുകൊണ്ട് ശരി നീ ചെയ്തോളൂ. എന്നിട്ട് ഞാനൊരു പാത്രം വാങ്ങും, ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം കൂടി കാര്യാലയത്തിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്ത് ഞാൻ എടുത്തുകൊണ്ടും കാര്യാലയത്തിൽ അവിടെ പോയി കഴിക്കും, എന്നിട്ട് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ആ ഒരു സമയത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കൈപിടിച്ചുയർത്തൽ തന്നെ ആയിരുന്നു. കാര്യത്തിൽ വളരെ ആ ഒരു 10 വർഷം എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച വർഷം കൂടിയായിരുന്നു. അപ്പോൾ അതൊരു ഇതുവരെ ഒരുപാട് മുതിർന്ന ആളുകൾ, അപ്പോൾ അവരോടൊക്കെ ഒപ്പം കാണാൻ, അവരിൽ നിന്നൊക്കെ ഈ ആശയങ്ങൾ പഠിക്കാൻ, അതോടൊപ്പം അവർ ഇത്തരത്തിലുള്ള അകമഴിഞ്ഞ ഒരു പ്രോത്സാഹനം, ഇതെല്ലാം വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ശ്യാംരാജിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ABVPയെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ABVPയുടെ സംസ്ഥാന ചുമതലയുണ്ടായിരുന്നപ്പോഴും ദേശീയ ചുമതലയുണ്ടായിരുന്നപ്പോഴും നമുക്കറിയാം കേരളത്തിൽ ABVP അത്രത്തോളം ആളുകളിലേക്ക് SFIയുടെ ഒരു വലിയ എന്താ പറയുക ഒരു ഡൊമിനൻസ് ഉണ്ടായിരുന്നു കേരളത്തിൽ അന്ന്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നെഞ്ചു വിരിച്ചു നിന്ന് ABVP ആണെന്ന് പറയാനും ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സമരമുഖങ്ങളിൽ നിൽക്കാനും എല്ലാം ഉണ്ടായിരുന്ന ഒരു ധൈര്യം അതെങ്ങനെയാണ്? ഒപ്പം തന്നെ അതൊക്കെ നേരിട്ടത് എങ്ങനെയാണ്? അപ്പോൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു. ഞാൻ കുസാറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ SFI പ്രവർത്തകർ ആദ്യം പറഞ്ഞത് എൻ്റെ കാല് വെട്ടുമെന്നായിരുന്നു. എനിക്കൊന്നും നമ്മളിതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കാല് വെട്ടും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവർ ചെയ്യുകയും ചെയ്യും. ഒരു പക്ഷേ നമ്മുടെ മാഷയുടെയൊക്കെ ഉദാഹരണം നമുക്കറിയാം, സദാനന്ദ മാഷയുടെയൊക്കെ. അവർ പറഞ്ഞു, ഞാൻ വളരെ മാന്യമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, കാല് എനിക്ക് മാത്രമല്ല ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് നിലനിൽപ്പിനായിട്ട് നമുക്ക് പോരാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, കരുത്തായതുള്ള ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു ട്രെയിനിങ് തന്നെയാണ്. നമ്മൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം. പിന്നെ ABVPയിലുണ്ടായിരുന്ന നമ്മുടെ മുഴുവൻ പ്രസ്ഥാനങ്ങളിലെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഫാമിലി കൾച്ചറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കാര്യാലയത്തിൽ ഒരുമിച്ച് ഇതുപോലുള്ള തറയിൽ നമ്മളൊരു പായൽ കിടന്നുറങ്ങും. ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിക്കും, ഇല്ലെങ്കിൽ എല്ലാവരും പട്ടിണി കിടക്കും. അപ്പോൾ ഒരേ മനസ്സുള്ള ആളുകളുടെ ശക്തി എന്ന് പറയുന്നതും വളരെ വലുതാണ്. ഡെഡിക്കേറ്റഡ് ആണ് ആളുകൾ, ഒന്നും ആഗ്രഹിക്കാതെ. ഞങ്ങളുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഫുൾ ടൈം വർക്കർ ആയിരിക്കുന്ന സമയത്ത് ഒരു ജില്ലാ സംഘടനാ സെക്രട്ടറിക്ക് നമ്മൾ ഒരു മാസം കൊടുക്കുന്നത് 2500 രൂപയാണ്. അവൻ്റെ സംഘടനാ പ്രവർത്തനത്തിനും അവൻ്റെ ദൈനംദിന കാര്യങ്ങളും ചിലവഴിക്കാൻ വേണ്ടി അവൻ കൊടുക്കുന്നത് 2500 രൂപയാണ്. എറണാകുളം പോലെ ഒരു സ്ഥലത്ത്, ഞാൻ പറയുന്നത് വെറും 15 വർഷം മുമ്പത്തെ കാര്യമാണ്, എറണാകുളം പോലെ ഒരു സിറ്റിയിൽ 2500 രൂപ വെച്ചിട്ട് ഒരു റവന്യൂ ജില്ലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ അത്ര പരിമിതമായിട്ടുള്ള റിസോഴ്സസ് ഇന്ന് മാറിയിട്ടോ, ഇന്ന് മാറുകയും ചെയ്യണം, പ്രസ്ഥാനം മാറുകയും ചെയ്യണം. പ്രസ്ഥാനം വളർന്നു, ഒരുപാട് പുതിയ ആളുകൾ വന്നു, പുതിയ മുൻകാല പ്രവർത്തകർ ഒരുപാടായി. അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഞാൻ മാത്രമല്ല, മുഴുവൻ ആളുകളും, ഇപ്പോൾ സച്ചിനെയും വിശാലിനെയൊക്കെ പോലെ ജീവൻ നഷ്ടപ്പെട്ടവരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു കൂട്ടായ്മയും ആ ഒരു അനുഭവം തന്നെ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോഴും മുതൽക്കൂട്ടായിട്ടുള്ളത്. ഇപ്പോഴും നമുക്കതുകൊണ്ട് ഒരു വർക്ക് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ആ ഒരു ട്രെയിനിങ് തീർച്ചയായിട്ടും അവിടെ നിന്ന് തന്നെയാണ് ലഭിച്ചത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് ഒന്ന് തല ഉയർത്തി നിൽക്കാനും ചങ്ക് വിരിച്ച് മറുപടി പറയാനും പഠിപ്പിച്ചത് സംഘപ്രസ്ഥാനങ്ങളാണ്. ഇൻ ഷോർട്ട് അതാണ്.
ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പൊ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ചയാകുമെന്ന് നമുക്ക് ഉറപ്പുള്ള ചില വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. എല്ലാതും ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം പിണറായി വിജയൻ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ചു കാലങ്ങളായി കാണുന്നുണ്ട്. അത് തന്നെയാണ് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേന്ദ്രം നൽകിയ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. എല്ലാവരും അത് സ്റ്റേറ്റ് ഒറ്റയ്ക്ക് ചെയ്ത ഒരു വലിയ കൃത്യമായി അതിനെ മുന്നോട്ട് വെക്കുകയാണ്. ഇത്തരം പൊള്ളത്തരങ്ങൾ ഇനി എത്ര കാലം കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നടക്കില്ല, അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ, കാരണം ഇവരുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പണ്ടത്തെ ദേശാഭിമാനി യുഗത്തിലാണ് ജീവിക്കുന്നത്. ആ ദേശാഭിമാനിയിൽ ഇവർ പടച്ചുവിടുന്ന കള്ളത്തരങ്ങൾ ജനങ്ങൾ തൊടാതെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ പോലെ ഇന്നും വിശ്വസിക്കുമെന്നാണ് ഈ ഇടതുപക്ഷം കരുതുന്നത്. അവിടെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. ഞാൻ എൻ്റെ ഒരു പഠനത്തിൽ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ തുറന്നു കാണിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നമുക്കിപ്പോൾ NHന്റെ കാര്യം തന്നെ പറഞ്ഞാൽ അവർ പറയുന്ന ഒരു കള്ളം, ദേശീയപാതയുടെ നിർമ്മാണത്തിനായിട്ട് പണം കൊടുത്തിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നാണ്. ഇപ്പോൾ കേരളം എന്ന സംസ്ഥാനം പണം കൊടുക്കട്ടെ, നമുക്ക് സന്തോഷം, നമ്മളൊക്കെ മലയാളികളാണ്. പക്ഷേ ഈ സർക്കാർ പറയുന്നത് പച്ചക്കള്ളമാണ്. കാരണം ഇവർ പറയുന്ന അത്ര 5500 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് ദേശീയപാതയുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കൊടുത്തു എന്നാണ് ഇവർ പറയപ്പെടുന്നത്. ദേശീയപാതയുടെ മുഴുവൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ചിലവാകുന്ന ഏകദേശം 67,000 കോടി രൂപയാണ്. അതിൽ പാതയുടെ കൺസ്ട്രക്ഷന് മാത്രം വരുന്നത് 40,000 കോടി. ബാക്കി 27,000 കോടി വരുന്നത് സ്ഥലം ഏറ്റെടുക്കാനാണ്. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ 25% ഇവർ കൊടുത്തിട്ടുള്ളത്. അതായത് മുഴുവൻ 67,000 കോടി, 67,40,000 കോടി കൺസ്ട്രക്ഷന് മാത്രം, സ്ഥലം ഏറ്റെടുക്കാൻ 27,000 കോടി. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ 25% ഏകദേശം 6,750 കോടി മാത്രമാണ്. അതിലും 5,500 കോടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുള്ള ഇവർ ഈ പറയുന്ന 5,500 കോടി എന്ന് പറയുന്നത് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് കേരളം മാത്രമാണോ ചെയ്തത്? അല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് സ്ഥലം ഏറ്റെടുക്കുന്നതിന് 50% കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തത് 25%, അവർ കൊടുത്ത 50%. ബീഹാർ 50% കൊടുത്തിട്ടുണ്ട്. മധ്യപ്രദേശ് മുഴുവൻ തുകയും കൊടുത്തിട്ടുണ്ട്. മധ്യപ്രദേശ് മുഴുവൻ തുകയും കൊടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര അവിടെ ചെയ്യുന്ന അവർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നുണ്ട്. അതായത് സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ 0 പണമാണ് ആര് കൊടുക്കേണ്ടത്? NH മുടക്കേണ്ടി വരുന്നത്. ബാക്കി പൂർണ്ണമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും സ്ഥലം ഫ്രീ ആയിട്ട് NHAIക്ക് കൊടുക്കുകയാണ്. അവിടെ പോയി അവർക്ക് കൺസ്ട്രക്ട് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ ഈ രാജ്യത്ത് യാഥാർത്ഥ്യങ്ങൾ നടക്കുമ്പോഴാണ് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാന സർക്കാർ നോക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നിങ്ങളെപ്പോലുള്ള വലിയ മാധ്യമങ്ങൾ വലിയൊരു കുത്തൊഴുക്കുണ്ടായതോടുകൂടി ഈ കള്ളങ്ങളെയൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊള്ളത്തരത്തിൻ്റെ പുറത്താണ് വീണ്ടും പിണറായി സർക്കാർ ഭരണത്തിലേക്ക് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം കേന്ദ്ര സർക്കാർ കൊടുത്ത ഒരുപാട് കാര്യങ്ങളെല്ലാം, ഇപ്പോൾ കിറ്റ് ഉൾപ്പെടെ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വലിയൊരു പങ്കുണ്ട്. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു കവർ പ്രിന്റ് ചെയ്ത് സർക്കാർ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൊടുത്ത ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായത്. അത് വോട്ടാക്കുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിന് പ്രധാനമായിട്ടുണ്ടായ ഒരു നേട്ടം എന്നുള്ളതല്ലേ? അതെ, തീർച്ചയായിട്ടും. അല്ല, അത് തന്നെയാണ്. അത്തരത്തിലുള്ള നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ഒരു വിഭജനം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷം ജയിച്ചു വന്നിട്ടുള്ളത്. ഇനി അതത്ര എളുപ്പമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവരുടെ കള്ളി വെളിച്ചത്തായി ഇവരെത്രമാത്രം നീലച്ചായം പൂശിയാലും അവസാനം ഈ ചന്ദ്രനെ കാണുമ്പോൾ ഇവർക്ക് കൂവാതിരിക്കാൻ വേണ്ടി ഈ കുറുക്കിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ഇവരെത്ര മാത്രം ചെയ്താലും ഇവരുടെ യഥാർത്ഥ പൊള്ളത്തരങ്ങളും യഥാർത്ഥ മുഖവും കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെയായിരുന്നു ബംഗാളിൽ സംഭവിച്ചത്. ബംഗാൾ 35 വർഷം, ഏത് ബംഗാൾ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രതിഭാധനരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്. സൗരവ് ഗാംഗുലി ആയിക്കോട്ടെ, നമ്മൾ എത്ര പേരെടുത്ത് നോക്കി, ഇന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഭകളെ നൽകിയിട്ടുള്ള ഒരിടമാണ്. ആ ബംഗാളിൻ്റെ അവസ്ഥ എന്താ ഇന്ന്? ആ ബംഗാളിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരും അവിടുത്തെ ലോക്കൽ സെക്രട്ടറിമാരൊക്കെ കേരളത്തിൽ നിന്ന് വന്നിട്ട് പൊറോട്ട അടിക്കലാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ സംസ്ഥാനത്തെ അവർ നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അത് തന്നെയാണ് ഇവിടെ കേരളത്തിൽ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം ഉണ്ടാവണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ മോചനം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൽ നിന്നും UDF നിന്നും ഒരുപോലെയുള്ള മോചനമാണ്. അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഭാവി കാലത്ത് കേരളത്തിലെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ നമുക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കാണേണ്ടി വരും. അത് തമാശയ്ക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് തൊഴിലാളികൾ കേരളത്തിൽ വന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തമിഴ്നാട് അവിടുത്തെ മുഴുവൻ തൊഴിലാളികളും അവിടെ ജോലി കൊടുത്ത് അവിടെ അക്കോമഡേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുള്ള ജോലി അവർ അവിടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളെടുത്തു. കേരളത്തിലെ അവസ്ഥ എന്താ?
കേരളത്തിൽ എവിടെയാണ് ജോലി? ചെറുപ്പക്കാർക്ക് എവിടെ ജോലി? ജനങ്ങൾക്ക് എവിടെ ജോലി? വനിതകൾക്ക് എവിടെ ജോലി? ഒന്നുമില്ല. അപ്പോൾ ആ കള്ളക്കഥകളൊക്കെ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമല വിഷയം എത്രത്തോളം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും? തീർച്ചയായിട്ടും വലിയ ചർച്ചയാവും. കാരണം ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോ UDFനോ യാതൊരു ആത്മാർത്ഥതയും ഇല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാൻ അവിടുത്തെ സ്വർണ്ണക്കൊള്ള നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് അതിൽ പോലും തട്ടിപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വർണ്ണക്കൊള്ള ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ സ്വർണം, അതും കിലോ കണക്കിന് സ്വർണം സംസ്ഥാന സർക്കാർ അറിയാതെ, സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ, പ്രസിഡന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പത്മകുമാർ, പ്രശാന്ത്, ആരും ആയിക്കോട്ടെ, അവരറിയാതെ പുറത്തേക്ക് പോവില്ല. അതായത് ശബരിമല ശാസ്താവിൻ്റെ സ്വത്ത്, സ്വർണ്ണ ഭക്തൻ ഭക്തിയോടെ അവിടെ കൊടുക്കുന്ന സ്വത്ത് പോലും കട്ടെടുക്കുന്ന രീതിയിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. അത് ജനങ്ങൾ മനസ്സിലാകുന്നുണ്ട്. മറുവശത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് പോലും പണത്തിനെ കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ തിരുത്തേണ്ട അല്ലെങ്കിൽ ഇതിനൊക്കെ എതിരെ ശബ്ദം ഉയർത്തേണ്ട UDF എന്താ ചെയ്തത്? ഒന്നാം ശബരിമല സമയത്ത് ഈ പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ കയറിയിട്ടില്ല. പത്തനംതിട്ടയിൽ ഏതൊക്കെയോ സമരപന്തൽ കെട്ടിയിട്ട് അവിടെ സമരത്തിലായിരുന്നു. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഷർട്ട് ചുളിഞ്ഞ, ഒരു തുള്ളി വേർപ്പ് പൊടിഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങൾ മനസ്സിലാക്കും. ഈ രണ്ട് കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ശബരിമല വിഷയത്തിൽ ജനങ്ങൾ തീർച്ചയായിട്ടും അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തും. ആ പ്രതിഷേധം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് അവരുടെ യുക്തിക്കനുസരിച്ച് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഒന്നാം ശബരിമല സമരമായിക്കോട്ടെ, ഇപ്പോഴായിക്കോട്ടെ, ഒന്നാം ശബരിമല സമയത്ത് അന്ന് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും എത്ര പ്രവർത്തകർക്കെതിരെ ഇപ്പോഴും കേസ് കിടക്കുന്നു. തീർച്ചയായിട്ടും എത്ര പേരെ ക്രൂരമായിട്ടുള്ള പോലീസിനെ ലാത്തി ചാർജ് നേരിട്ടിട്ടുള്ളത്. ഇന്നും ആ കേസുകൾ തീർന്നിട്ടില്ല, ഇന്നും ആ പരിക്കുകൾ മാറിയിട്ടില്ല. രണ്ടാമത് ഈ ശബരിമല വിഷയം ഉണ്ടായ, സ്വർണ്ണക്കൊള്ള വിഷയം ഉണ്ടായ സമയത്ത് അവിടെ രാപ്പകൽ പോയിരുന്ന് സമരം ചെയ്തതെല്ലാം ഈ പറയുന്ന BJPക്കാർ മാത്രമാണ്. അന്ന് ആദ്യത്തെ സമരം നയിച്ചത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ ഇന്ന് സമരം നയിച്ചത്, രാപ്പകൽ സമരത്തിൽ മഴ കൊണ്ട് സമരം നടത്തിയത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. ആ സമയത്തൊക്കെ VD സതീശനായിക്കോട്ടെ, രമേശ് ചെന്നിത്തലയായിക്കോട്ടെ, അവരെല്ലാം വീട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഉണ്ടാവുകയും വേണം. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏതെങ്കിലുമൊക്കെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. എങ്ങനെയാണ് ഹിന്ദു വിഭാഗത്തിൻ്റെ മാത്രം ആരാധനാലയങ്ങൾ ഇങ്ങനെ കൊള്ള ചെയ്യപ്പെടുന്നത്? ഇപ്പോൾ ഗസ്നിയും ഗോറിയൊക്കെ വന്നിട്ട് രാജ്യത്തെ ക്ഷേത്രങ്ങൾ കൊള്ള ചെയ്തതിന് ശേഷം നടന്നിട്ടുള്ള കൊള്ളയാണ്. ആധുനിക കാലത്തെ ഗസ്നിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നതാണ്, ഗോറി ഒക്കെ തന്നെയാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് ആ ക്ഷേത്ര കൊള്ളയാണ് നടത്തിയവർ. അതിൽ നിന്നൊരു മോചനം തീർച്ചയായിട്ടും ലഭിക്കണമെന്ന് ഭക്തർ, ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിൻ്റെ പ്രതിഫലനം കൂടി തീർച്ചയായിട്ടും ഇലക്ഷൻ ഉണ്ടാവും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മാറാത്തതെല്ലാം മാറട്ടെ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മാറും. ഈ തെരഞ്ഞെടുപ്പിൽ മാറാത്തത് മാറും. വലിയ മാറ്റം ഉണ്ടാവും. ആ മാറ്റം BJPക്ക്, NDAക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും. തീർച്ചയായിട്ടും. സന്തോഷം.